ഹേ ഗൈസ്, എന്തല്ല, ഞാനൊരു പഴയ തുണിയായിട്ടാണ് വന്നേക്കണം. പഴയ തുണി കൊണ്ട് നിങ്ങൾക്കൊരു ക്രാഫ്റ്റ് ഐറ്റം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പൊതുവേ എനിക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ മൈൻഡൊന്ന് റിലീഫ് ആവാനൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ക്രാഫ്റ്റ് ഐറ്റംസാണ്. പൊതുവേ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗറായി ഞാൻ എന്തിനാണ് ക്രാഫ്റ്റ് ഐറ്റം കൊണ്ട് വന്നതെന്ന് വെച്ചാൽ ഇതെൻ്റെ ലൈഫിലൊരു പാർട്ടാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തൊരു ഫ്ലവർ വേസ് പോലെ അല്ലെങ്കിൽ ചെടിയൊക്കെ വെക്കാനായിട്ടൊരു ഫ്ലവർ വേസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ആദ്യം എടുക്കുന്നത് വൈറ്റ് സിമെൻ്റ് ആട്ടോ. വൈറ്റ് സിമെൻ്റ് വെച്ച് ഞാൻ ഇന്നേ വരെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ തരം ക്രാഫ്റ്റുകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷേ വൈറ്റ് സിമെൻ്റ് വെച്ചൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വൈറ്റ് സിമെൻ്റ് കൊണ്ട് ചെയ്യുന്നത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ശരിയാവോ ഇല്ലയോ. പൊതുവേ ഒരു തുണി കൊണ്ട് ഒരു പോട്ടൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്, ആ കൺസെപ്റ്റ് ശരിയാവോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇത് ഞാനൊരു വീഡിയോയിലും കണ്ടിട്ടാണ് ചെയ്യണത്. ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അതിൽ മുക്കിയെടുത്തു, വൈറ്റ് സിമെൻറ്റിൽ മുക്കിയെടുത്തു. ഇത് ജസ്റ്റ് സിദാന് ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടിട്ട് ഇറക്കിയായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇതിനിങ്ങനെ കമത്തിയിടണം. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇരിക്കുക, കാരണം ഇതിന് വെള്ളം ഇറ്റിയിട്ട് താഴോട്ട് വീഴും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് നമ്മളൊരു കുപ്പി മൂടി താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രം വെച്ച് ഇതിങ്ങനെ ഇടാം. എൻ്റെ കയ്യിൽ തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ കുപ്പി ഞാൻ കാലിയായിട്ടാണ് ആദ്യം എടുത്തത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ചെയ്യുമ്പോൾ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം കഴിയുന്തോറും ഞാൻ ഇത് ഉണങ്ങി വരുന്നതനുസരിച്ച് ഇങ്ങനെ വൈറ്റ്സിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തു. കാരണം സംഭവത്തിന് അത്യാവശ്യം കട്ടി വരാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തേച്ച് കൊടുത്തുകൊണ്ടിരുന്നിട്ടാണ്. പൊതുവേ ഭയങ്കര ക്യൂരിയസ് ഉള്ള ആളാണ്. എനിക്കത് തൊട്ട് നോക്കും ഉണങ്ങിയോ എനിക്കിങ്ങനെ ക്ഷമ കിട്ടുമല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഞാൻ ഒരു ദിവസം മുഴുവൻ വെച്ചായിരുന്നു കേട്ടോ. കാരണം എനിക്ക് റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷ പോലെ അല്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നോട് കുറേ പേര് കോംപ്ലിമെൻറ്റ് ചെയ്തത് കണ്ടിട്ട്. കാരണം ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ട് ആരും എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചി തമ്മി ഒട്ടും വിശ്വസിച്ചില്ല ഇതൊരു തുണി കൊണ്ട് ചെയ്തെടുത്താന്ന്. ഭയങ്കര അടിപൊളിയായിരുന്നു ലാസ്റ്റത്തെ റിസൾട്ട്. ഇത് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്കിത് കുറച്ച് പെയിൻ്റൊക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.